എല്ലാ കാലത്തും CPM ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാപ്സ്യൂളുണ്ട്. അതായത് എൻ്റെ മടിയിൽ കനമില്ല, നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, CPM ഒരു അന്വേഷണത്തെയും ഭയക്കുന്നില്ല എന്നൊക്കെ CPMലെ കുറെ ബുദ്ധിജീവിയാണ് എന്നൊക്കെ പറഞ്ഞ് ചമഞ്ഞിരിക്കുന്ന കുറെ നേതാക്കന്മാർ പറയും. പക്ഷെ ഒരു അന്വേഷണം വരുമ്പോഴാണ് ഇവർ തെക്ക് വടക്ക് കടന്ന് ഓടുന്നത്. ഇപ്പോൾ നമുക്കറിയാം, 2-3 ദിവസത്തിന് മുമ്പാണ് മുഖ്യമന്ത്രി, അതായത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വഴുതക്കാടുള്ള വാടക വീട്ടിൽ ED ഉദ്യോഗസ്ഥർ അതിരാവിലെ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഒരുപാട് CPM പ്രവർത്തകരാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലേക്ക് എത്തിയത്, അതായത് വഴുതക്കാട് വീട്ടിലേക്ക് എത്തിയത്, ED ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിച്ചത്. ഇവർക്ക് ഭയമൊന്നുമില്ല, അല്ലെങ്കിൽ മടിയിൽ കനമൊന്നുമില്ല എന്നെങ്കിൽ ED ഉദ്യോഗസ്ഥർ അവരവരുടെ ജോലി ചെയ്തിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അവരവരുടെ പാർട്ടി ഓഫീസിൽ ഇരിക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് പ്രതിഷേധമൊക്കെ ആയിട്ട് വഴുതക്കാട് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് വന്നത്? ഇപ്പോൾ ഇതാ കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ ഒരു കേസ് അന്വേഷണം, നവീൻ ബാബുവിന്റെ ഭാര്യ ഈ പിണറായി മരണം നടന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് CBIക്ക് വിടണം, കേരള പോലീസിന്റെ അന്വേഷണത്തിൽ നമുക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞു. ഇതിപ്പോൾ UDF അധികാരത്തിൽ വന്നു, അതിനിപ്പോൾ CBIക്ക് വിടാനായിട്ട് UDF സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ 2 ദിവസത്തിനകം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേരള സർക്കാർ പുറത്തിറക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി CPMലെ നേതാക്കന്മാർ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. മടിയിൽ കനമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയ നേതാക്കന്മാർ ഇപ്പോൾ ഭയം തുടങ്ങിയിരിക്കുന്നു. അതായത് കേരള പോലീസിന്റെ അന്വേഷണം ഏത് വിധേനയൊക്കെ PP ദിവ്യയിൽ മാത്രം കൊണ്ട് ഒതുക്കി നിർത്തി വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായപ്പോൾ PP ദിവ്യയെ പിടിച്ച് ജയിലിനകത്തിട്ടു, അവിടെ ഒരു സുഖ സൗകര്യമൊക്കെ ഒരുക്കി നൽകിയെങ്കിലും CBI വരുമ്പോൾ അങ്ങനെയല്ല. അവിടെ PP ദിവ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്ന് CPMലെ നേതാക്കന്മാർക്ക് അറിയാം. വലിയൊരു അഴിമതി പുറത്തേക്ക് വരും എന്നുള്ളത് കൊണ്ടും ഇത്രയും കാലം, അതായത് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട ചില പൊട്ടിത്തെറികളിലേക്ക്, വലിയൊരു കേസിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമെന്നത് കൊണ്ട് തന്നെ CPMലെ നേതാക്കന്മാർ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ടെൻഷൻ അടിച്ച് ഇരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ ടെൻഷൻ KK രാഗേഷിനും അതോടൊപ്പം തന്നെ EP ജയരാജനുമാണ്. CBI വരുമ്പോൾ പാർട്ടിയിലെ ഉന്നത നേതാക്കളിലേക്ക് എത്തുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ CPMനെ വല്ലാത്ത രീതിയിൽ വലപ്പിക്കുന്നത്. ഇടത് സർക്കാർ അതിശക്തമായി മുഖം തിരിച്ചു നിന്ന CBI അന്വേഷണമാണ് പുതിയ UDF സർക്കാർ വന്നതോടെ ബൂമറാങ് പോലെ കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിന്റെ തലയ്ക്ക് മുകളിൽ കറങ്ങിക്കളിക്കുന്നത്. ഇതിനിടെ CBI അന്വേഷണത്തെ ആ ഒരു നീക്കത്തെ പ്രതിരോധിക്കാൻ CPM രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ സുപ്രീം കോടതിയേക്കാൾ വിശ്വാസം BJP നിയന്ത്രിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ആണോ എന്ന് KK രാഗേഷ് കണ്ണൂരിൽ സമ്മേളനത്തിൽ ചോദിച്ചിരിക്കുകയാണ്. നവീൻ ബാബു കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും, എന്നിട്ടും മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ അമിതമായി വിശ്വസിക്കുന്നത് അപകടമാണെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാഗേഷ് പറഞ്ഞിരിക്കുകയാണ്. കേരളീയ സമൂഹം ഈ പ്രവണതയെ അതീവ ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ശക്തമായ ആവശ്യം പരിഗണിച്ചാണ് കേസ് CBIക്ക് വിടാൻ ആഭ്യന്തര വകുപ്പ് വിജ്ഞാപനം ഇറക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ, കോൺഗ്രസ് MLAമാരായ TO മോഹനൻ, പഴംകുളം മധു എന്നിവരടങ്ങുന്ന സംഘം നേരിട്ട് കണ്ടിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പോലീസ് അന്വേഷണത്തിൽ കുടുംബം കടുത്ത അതൃപ്തിയാണ് അറിയിക്കുകയും CBI അന്വേഷണത്തിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു സത്യം പുറത്തു വരൂവെന്ന് മുഖ്യമന്ത്രിയെ മഞ്ജുഷ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാർ ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തെ അതിശക്തമായി എതിർക്കുകയും പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്ന നിലപാട് എടുക്കുകയും ചെയ്തിരുന്നു. സർക്കാരിന്റെ വാക്ക് കേട്ടിട്ടാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ പ്രഥമ ദൃഷ്ടിയാൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട് എന്ന് സാധാരണ ജനങ്ങൾക്ക് തന്നെ കേസിന്റെ ഡീറ്റെയിൽ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് അവകാശപ്പെടുന്ന ചെങ്ങാലയിലെ പെട്രോൾ പമ്പ് വ്യവസായ സംരംഭകൻ KP പ്രശാന്തിനെ കേസിൽ പ്രതിയാക്കാൻ പോലും മുൻ സർക്കാർ തയ്യാറായിരുന്നില്ല. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിലേറി 1 മാസം തികയും മുമ്പേ CBIക്ക് വിടുന്ന ആദ്യത്തെ കേസായി ഇത് മാറുകയാണ്. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ എത്തി പരസ്യമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത PP ദിവ്യയെ മാത്രം പ്രതിയാക്കിയാണ് പ്രത്യേക സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ കേസ് അന്വേഷിച്ച പ്രധാന ഉദ്യോഗസ്ഥരിൽ ഒരാളായ ASP TK രത്നകുമാർ പിന്നീട് ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു. കേസ് അട്ടിമറിക്കാൻ CPM അനുകൂലികളായ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിനിടെ PP ദിവ്യയുടെ കോൾ ഡീറ്റെയിൽസ് പൂർണ്ണമായി റിപ്പോർട്ടിനൊപ്പം സമർപ്പിക്കാത്തതിൽ കോടതി പ്രോസിക്യൂഷനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. 2 ഫോണുകളുടെയും ജനുവരി
16 മുതലുള്ള രേഖകൾ ആവശ്യപ്പെട്ട് മാർച്ച് ഏപ്രിൽ മുതലുള്ള വിവരങ്ങൾ മാത്രമാണ് ഹാജരാക്കിയത്. പ്രോസിക്യൂഷൻ സമയം ചോദിച്ചതിനെ തുടർന്ന് കേസ് ജൂൺ 1 മാറ്റിയിരിക്കുകയാണ്. കൂടാതെ പോലീസ് അന്വേഷണത്തിലെ 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് കോടതി തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രശാന്ത് കൊയ്യം സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണം പണയം വെച്ച രേഖകൾ, CCTV ഫുട്ടേജുകളുടെ ശാസ്ത്രീയ പരിശോധന, വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴി എന്നിവ ഉൾപ്പെടുത്തി മെയ് 30 റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. CBI കൂടി എത്തുന്നതോടെ ഈ അട്ടിമറി നീക്കങ്ങളെല്ലാം പൊളിയുമെന്ന ഭീതിയിലാണ് CPM കേന്ദ്രങ്ങൾ. പ്രശാന്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ പ്രശാന്ത് എന്തുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതിപട്ടികയിൽ വന്നില്ല, PP ദിവ്യ മാത്രം എന്തുകൊണ്ട് വന്നു എന്ന ചോദ്യം കോടതി അന്ന് ചോദിച്ചിരുന്നുവെങ്കിലും പ്രശാന്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് CPMലെ നേതാക്കൾ തടി തപ്പുകയായിരുന്നു. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്താൽ പ്രശാന്തിനെ തൊട്ട് താഴെയുള്ള CPMലെ നേതാക്കന്മാരെല്ലാം കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണ്ട എന്ന് ഈ CPMലെ നേതാക്കന്മാർ ഓരോ കളികളും കളിക്കുന്നത്.